ഹലോ, വെൽക്കം ടു അവർ വാഗമൺ ഡയറീസ്. നമ്മുടെ വ്ളോഗിൻ്റെ എൻഡ് വീഡിയോ ആണ് ഇത്. എനിക്കാണെങ്കിൽ പൈൻ ഫോറസ്റ്റിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. എൻ്റെ ഒറ്റൊരാളുടെ നിർബന്ധത്തിനാണ് നമ്മൾ ഇന്ന് പൈൻ ഫോറസ്റ്റ് എത്തിയത്. നിങ്ങൾ ആരും ട്രിപ്പ് വരുമ്പോൾ വെള്ള പാൻറ് ഇടരുത് കേട്ടോ. എൻ്റെ പാൻറ്റിൻ്റെ അവസ്ഥ കണ്ടോ. ഞങ്ങൾ ട്രിപ്പിന് വന്നാൽ ഫുഡിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ആവുന്നത് ചായയ്ക്കാണ്. കാണുന്ന നല്ല സ്പോട്ടിലെല്ലാം ഓരോ ചായക്കട ഉണ്ടാവും. പിന്നെ നമ്മൾ ചായ കുടിക്കാതിരിക്കുമോ? പോരാത്തതിന് വാഗമണ്ണുള്ള മഴ മൊത്തം ഞങ്ങൾ നനഞ്ഞിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റ് കാണാൻ പോയിട്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി. ഞങ്ങൾ എല്ലാവരുടെയും സമയം ഒരുപാട് പോയിട്ടുണ്ട്. ഇന്ന് എല്ലാവരും തിരിച്ച് അവനവൻ്റെ വീട്ടിലേക്ക് പോവാണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിഷമമുണ്ട്. വീണ്ടും നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷെ ഞങ്ങൾ വണ്ടി ഒതുക്കാൻ നിന്നില്ല. എന്തായാലും എല്ലാവരും നനഞ്ഞു. വരുന്ന വഴിക്ക് കണ്ട വേറൊരു ലൊക്കേഷനാണ് ഇത്. നല്ല ഭംഗിയില്ലേ? കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കുളിച്ചു. അവിടെ നിന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊക്കെ എന്ത് സുഖമാണല്ലേ ഇത്രയും നല്ല വ്യൂ ഒക്കെ കണ്ട് കുളിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ. നമ്മൾ കുറേ പേരുടെ വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ആ ലൊക്കേഷൻ വരുന്നത്. ഇനി ഈ വീട് ആർക്കും അറിയില്ല എന്ന് പറയരുത്. പുള്ളിക്കാനം സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ വരുന്നത് ഈ ഒരു വീടാണേ. ആരുടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ കയറി കുറച്ചു നേരം അവിടെ നിന്നു, എന്നിട്ട് തിരിച്ചു പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് മഴയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ വീണ്ടും ചായ കുടിക്കാൻ നിർത്തിയേ. അവിടെ കുറച്ചും കൂടി നൈസായിരുന്നു കേട്ടോ. മഴയാണോ മഞ്ഞാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നേ. ശരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഡബിൾ മടങ്ങ് ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് റോഡിൽ നടന്ന് കുറേ തുള്ളുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ നാണവും മാനവും തീരെ ഇല്ലാത്തത് കൊണ്ട് ആര് മൈൻഡ് ചെയ്താലും ഞങ്ങൾ നോക്കാറില്ല. ഇത്രയും മഴ നനഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഈ റെയിൻകോട്ട് ഉണ്ടെന്ന് അവൻ ഓർത്തത്. അപ്പം തന്നെ അവനെടുത്ത് ഇടുകയും ചെയ്തു. എന്ത് പൊട്ടനാണല്ലേ. റെയിൻകോട്ട് കയ്യിൽ വെച്ച് മഴ നനഞ്ഞ് ഞങ്ങളല്ലേ ശരിക്കും പൊട്ടികൾ. വരുന്ന വഴിയിൽ നല്ല മഴയും നല്ല മഞ്ഞുമായിരുന്നേ. റോഡ് ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തൊടുപുഴയ്ക്ക് അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും 2 റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അവർ കോട്ടയത്തേക്കും ഞങ്ങൾ എറണാകുളത്തേക്കും. അതുകൊണ്ട് കോമൺ ആയിട്ടുള്ളൊരു സ്പോട്ടിൽ കുറച്ചധികം നേരം അവിടെ നിന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് അവിടെ നിന്ന് തിരിച്ച്. കഴിച്ച ഫുഡിൻ്റെ ബില്ല് സ്പ്ലിറ്റ് ഇടാത്ത ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുള്ളത് ലൈഫിൽ എന്നും നല്ലതാട്ടോ. എന്നും വിളിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചില്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളത് നല്ലതാണേ. സോ അങ്ങനെ നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാണ്. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.